വിശ്വപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് അല്പസമയത്തിനകം കടക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയുടെ അഗ്രഹാര വീഥിയിലാണ്. നമുക്ക് ചുറ്റും ഒരു വലിയ പുരുഷാരത്തെ കാണാം. മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. ദേവരഥ സംഗമത്തിനായി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഭക്ത ജനസഹസ്രം എന്ന് തന്നെ പറയാം. അത്രമാത്രം ജനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ അഗ്രഹാര വീഥിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അല്ലെ പ്രവിത? അതെ, രാവിലെ മുതൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ രാവിലെ 5:45 എത്തിയതാണ് അല്ലെ പ്രജൻ? അപ്പോൾ മുതൽ ഇവിടെ വരുന്ന ആ ഒരു മാറ്റം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെയും തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തിരക്ക് കൂടി ഇപ്പോൾ ദാ കൂടിയിട്ടാൽ താഴാത്തത്ര ജനമുണ്ട്. ആ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഹെലിക്യാമിലൂടെ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാം. ഞാൻ വളരെ അടുത്താണ്, പ്രവിതയുടെ വളരെ അടുത്താണ് നിൽക്കുന്നത്. പക്ഷേ പ്രവിത പറയുന്നത് പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ല. അത്രമാത്രം ജനബാഹുല്യമുണ്ട് ഇവിടെ, അത്രമാത്രം തിരക്കുണ്ട്. ആ ഒരു ഓളത്തിൽ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നതാണ് ശരിക്കും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമുള്ളത്. 24ന്റെ പ്രേക്ഷകർ കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ, അതും കൂടി പറയാൻ മറക്കരുതല്ലോ. അപ്പൊ 24ന്റെ പ്രേക്ഷകരാണ്. 24 കാണാം. അപ്പൊ ഇതാണ് കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത്. അത് പാലക്കാടുകാർക്ക് മാത്രമല്ല, ഈ നമ്മുടെ ചുറ്റുമുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് 700-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അല്ലെ? അതെ. അപ്പൊ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ശ്രീ പാർവതി പ്രതിഷ്ഠയാണ് നമുക്ക് പിന്നിലുള്ള ക്ഷേത്രത്തിലുള്ളത്. ഈ ദേവരഥ സംഗമം നടക്കുന്നത് നമുക്ക് പിന്നിൽ കാണുന്ന ആ ഭാഗത്താണ്. അപ്പോൾ അടുത്ത മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. അപ്പോൾ ഈ രഥം വലിക്കുക എന്നതാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം. അങ്ങനെ ഒരു വളരെ കാലത്തെ ഒരു ആഗ്രഹ സാഫല്യം, അതിനുള്ള സമയമാണ് ഇനി. അങ്ങനെ ആ രീതിയിൽ ഭക്തർ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാത്തിരിപ്പിലാണ്. അതിനുവേണ്ടി പ്രത്യേകം വ്രതമൊക്കെ എടുത്താണ് ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നത്. മാത്രമല്ല, ഇത് കൽപ്പാത്തി തെരുവാണ്. ഇവിടെ തമിഴ് ബ്രാഹ്മണർ ഒരുപാട് താമസിക്കുന്ന തെരുവാണത്. പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അറിയാം. അപ്പോൾ ഈ കൽപ്പാത്തി തെരുവ് തന്നെ പ്രധാനമായും 4 തെരുവുകളാണുള്ളത് അല്ലെ? 4 ഗ്രാമങ്ങളാണുള്ളത്. 4 അഗ്രഹാരങ്ങളുണ്ട്. അപ്പോൾ 4 അഗ്രഹാരങ്ങൾക്കും പ്രത്യേകമായ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇതുപോലെ രഥങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് എത്തുന്നു. അത് പ്രധാന പ്രതിഷ്ഠയായ ശിവപാർവതി പ്രതിഷ്ഠ എന്ന് പറയാം അല്ലെ? ശിവപാർവതി പ്രതിഷ്ഠ, ഒപ്പം തന്നെ സുബ്രഹ്മണ്യനുണ്ട്, ഗണപതിയുണ്ട്. നമ്മൾ മന്ദക്കര ഗണപതിയുടെ മുന്നിൽ നിന്നാണ് തുടങ്ങിയത് രാവിലെ അല്ലെ? അതെ. അപ്പോ വിശ്വനാഥ ക്ഷേത്രം അങ്ങനെ അറിയപ്പെടുന്നതല്ലേ? അപ്പൊ വിശ്വനാഥ സ്വാമി എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശിവപാർവതി സങ്കല്പമാണ്. അവരുടെ മക്കളായ സുബ്രഹ്മണ്യനും ഗണപതിക്കും ഒക്കെ ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉപദേവതകളായിട്ടാണ് അവരെ കാണുന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ രഥങ്ങൾ വലിച്ച് ഭക്തർ ഈ പ്രധാന ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. അവിടെ രഥങ്ങൾ സംഗമിക്കുന്നു. അതാണ് ദേവരഥ സംഗമം. ആ ഒരു സംഗമ മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ്. അത് ഏറെ ഭക്തിപൂർവ്വം കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ സമയത്താണ് പ്രാർത്ഥനകളെല്ലാം സഫലമായി എന്ന് വിശ്വസിക്കുന്നു. കൂടി പോകാം അല്ലേ പ്രജൻ? എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. അതായത് ഇവിടെ മുൻപ് പാലക്കാട് ഇവിടെ ക്ഷേത്രത്തിൽ, അത് വർഷങ്ങൾക്ക് മുന്നെയാണ്, നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ തന്ത്രിമാരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പൂജാരിമാരുണ്ടായിരുന്നില്ല. അതിന് തമിഴ്നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് തഞ്ചാവൂരിൽ നിന്ന് പോയി ക്ഷണിച്ച് രാജാവ് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇവരെ. അതിനുശേഷം ഇവർക്ക് താമസിക്കാനായി ഇത്തരം അഗ്രഹാരങ്ങൾ നിർമ്മിച്ചു നൽകി. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യപ്രകാരമാണ്, അവരുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ് ഇത്തരത്തിലുള്ള തേരുത്സവം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അത്രയധികം നമ്മൾ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള തേരുത്സവം ഒക്കെ.